പെണ്ണൊരുത്തി ഇറങ്ങി കടുത്തുരുത്തിയുടെ ജാതകം തിരുത്താൻ. കഴിഞ്ഞ നൂറ്റാണ്ടായി വികസനം എന്താണെന്നറിയാത്ത കടുത്തുരുത്തിയെ കരം പിടിച്ചുയർത്താൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി നിർമ്മല ജിമ്മി അരയും തലയും മുറുക്കി കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. മോൻസ് ജോസഫ് കെട്ടിപ്പൊക്കിയിരുന്ന മുഴുവൻ സ്വപ്നങ്ങളും തകർത്ത് തരിപ്പണമാക്കുന്ന പ്രചാരണമാണ് നിർമ്മല ജിമ്മിയും കൂട്ടരും കടുത്തുരുത്തിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ എതിർഭാഗത്ത് ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയിലായിരുന്നു മോൻസ് ജോസഫ് കഴിഞ്ഞ ദിവസം വരെ. അങ്ങനെ കാത്തിരുന്ന മോൻസ് ജോസഫ് ഇപ്പോൾ നിരാശയിലാണ്. ശക്തിയായ നിർമ്മലയെ എങ്ങനെ കീഴടക്കാമെന്ന ചിന്തയിലാണിപ്പോൾ. ജോസ് കെ മാണിയാണ് എതിർഭാഗത്ത് മത്സരിക്കാൻ വരുന്നതെങ്കിൽ ഏറ്റുമാനൂർക്ക് കളം മാറ്റി ചവിട്ടാനുള്ള പദ്ധതിയും മോൻസ് നേരത്തെ കരുതി വച്ചിരുന്നു. അതുകൊണ്ടാണ് UDFിലെ സീറ്റ് വിഭജനത്തിന് താമസം പോലും നേരിട്ടത്. ജോസിന്റെ പാലാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതിന് ശേഷം മാത്രമാണ് ഏറ്റുമാനൂർ സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകിയത്. MLA എന്ന നിലയിൽ മോൻസ് ജോസഫ് നേരിടുന്നത് പ്രധാനമായും 3 വെല്ലുവിളികളാണ്. കേരള കോൺഗ്രസിലെ സ്ഥാനാർത്ഥിമുഖികളായ 8 പേരും പരസ്പരം അടിച്ച് തന്റെ വിജയം ഉറപ്പാക്കി തരുമെന്നായിരുന്നു നാളിതുവരെ കരുതിയിരുന്നത്. ജോസ് കെ മാണി സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ മാത്രമാണ് അതിന് വ്യത്യാസം പ്രതീക്ഷിച്ചിരുന്നത്. ജോസ് കെ മാണി സ്ഥാനാർത്ഥിയായില്ലെങ്കിലും കളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന മറ്റ് സ്ഥാനാർത്ഥികളെ മാറ്റി അപ്രതീക്ഷിതമായി നിർമ്മലയെ കളത്തിൽ കൊണ്ടുവന്നതോടുകൂടി പാർട്ടി ഒന്നടങ്കവും സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിരുന്നവരും ഒത്തൊരുമയോടെ കൂടെ നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കാഴ്ചയാണ് കാണുന്നത്. രണ്ടാമത്തെ വിഷയം വികസനം ഇല്ലെന്നുള്ള എതിരാളികളുടെ പ്രചാരണമാണ്. ആ പ്രചാരണം ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകാലത്തെ പ്രവർത്തനം. കടുത്തുരുത്തിയെ എന്നും വീർപ്പ് മുട്ടിക്കുന്ന കോട്ടയം വൈക്കം റോഡിൽ കടുത്തുരുത്തിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ബൈപ്പാസ് റോഡ് 25 വർഷമായിട്ടും പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് MLAയുടെ കഴിവുകേടാണെന്ന് ജനം വിലയിരുത്തി കഴിഞ്ഞു. തുടർച്ചയായി 9 വർഷം ഭരണപക്ഷത്തോടൊപ്പം നിന്നിരുന്ന MLA മോൻസ് ജോസഫിന് കടുത്തുരുത്തി കുറവലങ്ങാട് ബൈപ്പാസുകൾ പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തത് വലിയ പോരായ്മയായി തന്നെയാണ് ജനം കാണുന്നത്. ഇതിൽ തന്നെ അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് 1.5 വർഷം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നിട്ട് കൂടി ഇക്കാര്യത്തിൽ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിഞ്ഞില്ലെന്നത് കുറച്ചൊന്നുമല്ല മോൻസിനെ വിഷമിപ്പിക്കുന്നത്. സമീപ നിയോജകമണ്ഡലങ്ങളിൽ മുഴുവൻ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നിരവധി ബൈപ്പാസുകൾ പൂർത്തിയാക്കി ഉദ്ഘാടനം നടന്ന പൊതുജനം ഉപയോഗിച്ചു തുടങ്ങിയിട്ടും മന്ത്രിയായിരുന്ന തന്റെ മണ്ഡലത്തിൽ ഒരു ബൈപ്പാസ് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ജനം ആവർത്തിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മോൻസ് നേരിടുന്ന മറ്റൊരു പ്രധാന വിഷയം കോൺഗ്രസ് അടക്കമുള്ള ഘടകകക്ഷികൾ അദ്ദേഹത്തോട് കാണിക്കുന്ന ചിറ്റമ്മ നയമാണ്. നാളിതുവരെ വലിയ തോതിലുള്ള പിന്തുണ നൽകിയിട്ടും പലർക്കും കൃത്യമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി നിസ്സാരമായി കാണാൻ സാധിക്കില്ല. മുൻപ് പാലായിൽ മാണി വിരുദ്ധർ എന്നൊരു വിഭാഗം ജനിച്ചിരുന്നു. അന്ന് മുന്നണികൾ തമ്മിലുള്ള മത്സരമല്ല, മാണി അനുകൂലികളും മാണി വിരുദ്ധരും തമ്മിലുള്ള മത്സരമായിരുന്നു പാലായിൽ പലപ്പോഴും നടന്നിരുന്നത്. ഇന്ന് കടുത്തുരുത്തിയിലെ സ്ഥിതി അതുതന്നെയാണ്. മോൻസ് അനുകൂലികളും വിരുദ്ധരും അവർ തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. വളരെ യാദൃച്ഛികമായിട്ടാണെങ്കിലും നിർമ്മല ജിമ്മി അതിന് നിയോഗിക്കപ്പെടുകയും ചെയ്തു. സാമുദായിക സംഘടനകളെ പണം കൊടുത്തോ മറ്റു രീതിയിൽ സ്വാധീനിച്ചോ വിജയിക്കാമെന്ന വിശ്വാസമാണ് സ്ഥാനാർത്ഥിക്കുള്ളത്. ഏതായാലും ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം മെയ് 4 പുറത്തു വരുന്നതോടുകൂടി കടുത്തുരുത്തി പുതിയ വനിതാ MLA സ്ഥാനം പിടിക്കും എന്ന പ്രതീക്ഷയിലാണ് ഭൂരിപക്ഷം കടുത്തുരുത്തിക്കാരും.